ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം സെറ്റിൽമെൻ്റ് ആവും എന്നുള്ള ഒരു ഹോപ്പിലാണെന്ന് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്ററാണ്. ജാപ്പനീസ് ഇൻഡെക്സ് നിക്കായ് 225 ആദ്യമായിട്ട് 65,000 ക്രോസ് ചെയ്തിരിക്കുകയാണ്. ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്ററാണ്. അതേസമയം ഹോങ്കോങ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾക്ക് ഇന്ന് അവധിയാണ്. ഒപ്പം ഇന്ന് അമേരിക്കൻ മാർക്കറ്റിന് അവധിയാണ്. അപ്പോൾ യൂറോപ്പിലും അതുപോലെ തന്നെ ഏഷ്യയിലുള്ള മറ്റു മാർക്കറ്റുകളുടെ പെർഫോമൻസ് ആണ് ഇന്ന് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ഏതു നിമിഷവും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം സെറ്റിൽമെൻറ്റിലാവും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് മോർണിംഗിൽ വരുന്നത്. അതിനനുസരിച്ച് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 103.54 ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $96.3 പെർ ബാരലിലേക്ക് താന്നിട്ടുണ്ട്. ഈ സെറ്റിൽമെൻറ്റ് റിയാലിറ്റി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫർദർ വീണ്ടും നല്ല രീതിയിൽ താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ 85-90 ലെവലിലേക്കൊക്കെ താന്നേക്കാം. തീർച്ചയായിട്ടും ഇത് ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിരുന്ന, നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തിരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവ്, അതുപോലെ തന്നെ റുപ്പി ഡിപ്രീസിയേഷനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റുപ്പിയും അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ പൊതുവേ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതേസമയം ഗവൺമെൻറ് വീണ്ടും 4ാമത്തെ പ്രാവശ്യം പെട്രോൾ, ഡീസൽ പ്രൈസസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കാണ് ലഭിക്കാൻ പോകുന്നത്. ഓവറോൾ ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ബ്രോഡ് ബേസ്ഡ് റാലി ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും Q4 റിസൾട്ടുകൾ പുറത്തു വന്നതിന് ശേഷം ഒരു ഓവറോൾ അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് കമ്പനികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലും അത്തരത്തിലുള്ള Q1 റിസൾട്ടുകളാണ് അനൗൺസ് ചെയ്തിരുന്നത്. ജപ്പാനിൽ ഇന്ന് ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന കിയോക്സിയ ഹോൾഡിങ്സ് ആണ് ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ളത്. 11% ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. തോഷിബയിൽ നിന്ന് ഡിമർജ് ചെയ്ത കമ്പനിയാണ്. തീർച്ചയായിട്ടും മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകൾ SK ഹൈനിക്സ്, അതുപോലെ തന്നെ സാംസങ് ഇലക്ട്രോണിക്സ് ഒക്കെ വീണ്ടും നാളെ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് സൗത്ത് കൊറിയൻ മാർക്കറ്റിന് അവധിയാണ്. ഒപ്പം നാളെ അമേരിക്കയിൽ സാൻഡിസ്ക്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ, മൈക്രോൺ, ഈ സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെറ്റിൽമെൻറ്റ് സൈൻ ചെയ്യുമെന്നുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓവറോൾ ഒരു ഗ്ലോബൽ റീബൗണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഒരു റീബൗണ്ട് ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് മോർണിംഗിൽ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ, ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്ററാണ്. ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,565 പെർ ഔൺസിനാണ്. സിൽവറാണ് കൂടുതൽ മുന്നേറിയിട്ടുള്ളത്. $77.89 പെർ ഔൺസിനാണ്. രാവിലെ 7:45 സിൽവറും ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ ബെറ്ററാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $96.3 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ ആഴ്ചയിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ പക്ഷേ റെക്കോർഡിൽ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പിയും അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇനി നമ്മൾ പൊതുവേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഉണ്ട്. അഡാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം SME സെഗ്മെൻറ്റിൽ IPO നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ക്യൂലൈൻ ബയോടെക് സെക്കൻഡ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ 9.87 ടൈംസ് വന്നിരുന്നു. ഇന്ന് വീണ്ടും നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേ. SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ക്യൂലൈൻ ബയോടെക് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ സെബിയുടെ ഭാഗത്ത് നിന്ന് ധാരാളം ഓസ്റ്റെരിറ്റി മെഷേഴ്സൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റീവിൻ്റെ ഭാഗമാണ്, ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മൂവ്സ് ആണ്. ഇത്തരത്തിലുള്ള ഡിസിഷനൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും എടുക്കുന്നത് തീർച്ചയായിട്ടും എക്കണോമിക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് സ്ലൈറ്റ്ലി ആയിട്ടെങ്കിലും നൽകാൻ പോകുന്നത്.
ഒപ്പം നമ്മൾ പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ധാരാളം Q4 റിസൾട്ടുകൾ വരാനുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ധാരാളം കമ്പനികൾ നല്ല Q4 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. നാരായണ ഹൃദയാലയ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഹിൻഡാൽകോ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. ഗ്രീൻലാം ഇൻഡസ്ട്രീസ് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ധാരാളം Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളൊക്കെ ട്രേഡിംഗ് ടൈമിൽ അനൗൺസ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള JSW സിമെന്റ് പോലുള്ള കമ്പനികൾ, ഒപ്പം നല്ല Q4 ആനുവൽ റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ അന്ന് തന്നെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഇത്തരത്തിലുള്ള ഗ്ലോബൽ റീബൗണ്ട് പൊതുവെ ഈ സ്റ്റോക്കുകളെയും പോസിറ്റീവ് ആയിട്ടാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ഏഷ്യൻ പെയിൻസ്, അതുപോലെ തന്നെ പെയിൻ റിലേറ്റഡ്, അദസീവ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചും ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴെ വരുന്നത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നത്, അതിൻ്റെ ഒരു പ്രൈസ് ഇമ്പാക്റ്റ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് സെക്ടറിലുള്ള പല സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസ്, IOC, HPCL ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ വലിയ രീതിയിലാണ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊഡക്ഷനിലേക്കൊക്കെ കടക്കാൻ പോകുന്നത്. പ്രൊജക്റ്റുകളൊക്കെ ധാരാളം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടേക്കാം. ഒപ്പം റിലയൻസും ഇൻഡസ്ട്രീസും ഇത്തരത്തിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ വലിയ രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കമ്പനിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആണ്. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള ഉണോ, മിൻഡ, എൻഡുറൻസ് ടെക്നോളജീസ്, സമ്മർദ്ദന, മദേസൻ, സുമി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് സ്റ്റോക്കുകൾ ധാരാളം ഉണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ, ഒപ്പം ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സൈഡസ് ലൈഫ് സയൻസസ്, സൺഫാർമ, ലുപ്പിൻ, ലോറസ് ലാബ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റീൽ സെക്ടർ, ഇന്ത്യൻ സ്റ്റീൽ സെക്ടറാണ് വലിയ രീതിയിൽ റീറേറ്റിംഗ് നേടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സെയിൽ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് വരുന്നത്. സെയിൽ, കാപ്പക്സും ഇൻക്രീസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസിന്റെ ഇമ്പാക്റ്റിനോടൊപ്പം തന്നെ സെറ്റിൽമെന്റ് ന്യൂസ്, അതായത് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സെറ്റിൽമെന്റ് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പറഞ്ഞിരുന്നു, വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്. വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മറ്റ് എമർജിംഗ് മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലുണ്ടായിട്ടുള്ള വർധനവ്, അതുപോലെ തന്നെ റുപ്പി ഡിപ്രീസിയേഷനാണ് നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഘടകങ്ങൾ. തീർച്ചയായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം സെറ്റിൽ ആവുകയാണെങ്കിൽ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റും നമ്മൾ ഓഫ്സെറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. എന്നിരുന്നാലും നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസ് ഒക്കെ അറ്റാവിധി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഡിസിഷൻ നന്നായിരിക്കും. കാരണം ട്രംപിന്റെ വാക്കുകളാണ്. അതുപോലെ തന്നെ ഈ ക്രൈസിസ് കുറേ ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലൊന്നും തന്നെ സെറ്റിൽമെന്റ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തതിന് ശേഷം നല്ലൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.